ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. ഈശോ 3 വർഷക്കാലത്തെ തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ നിയോഗത്തിനായി പറഞ്ഞയച്ച ദൈവത്തിന് നന്ദി പറയുകയും തന്നെ ഭരമേൽപ്പിച്ച ജോലികൾ കൃത്യമായി നിറവേറ്റാൻ സാധിച്ചതിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ശിഷ്യന്മാരിലൂടെ ദൈവം ഭരമേൽപ്പിച്ച നിയോഗം ഇനിയും തുടർന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നതോടൊപ്പം ഈ വചന പ്രഘോഷണ ദൗത്യം തുടരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവർക്ക് ധൈര്യവും ജീവനും ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ. ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന സുന്ദരമായ ഭാവാത്മകമായ ഈ പ്രാർത്ഥന ഈശോ ജീവിതത്തിൽ നമുക്ക് മാതൃകയായിട്ട് നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ പ്രിയപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ 17-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടമാണ് തൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. യേശുനാഥൻ്റെ ഈ സുന്ദരമായ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, എന്നെക്കുറിച്ച് കരുതലുള്ള ഒരു തമ്പുരാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരു തമ്പുരാൻ, എന്നെ അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെ ധൈര്യപ്പെടുത്താനായി പിതാവിൻ്റെ ആശീർവാദം നിരന്തരം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നൽകുന്ന ഒരു തമ്പുരാൻ എനിക്കുണ്ട് എന്നത് പ്രത്യാശ നൽകുന്ന തിരുവചന ഭാഗമാണ്. അപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്, ഒരു നിയോഗമാണ്, ഒരു ഉത്തരവാദിത്വമാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കുടുംബനാഥൻ അവൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടിയിട്ട് തന്നോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥ ജീവിത പങ്കാളിക്കും മക്കൾക്കും ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വികാരി അച്ഛൻ തൻ്റെ ഇടവക സമൂഹത്തെ മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സന്യാസിനി തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ജനം, ഒരു സമൂഹം, ഒരു കൂട്ടായ്മ, ഏതാനും മക്കൾ, ഒരു കുടുംബം, അവയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ഈശോ നമ്മുടെ കരങ്ങളിൽ വെച്ച് നൽകുന്നുണ്ട്. പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് അവരെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എന്നോട് ചേർന്നിരിക്കുന്ന എല്ലാവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ത്രിത്വൈ ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവത്തിൽ, സ്നേഹത്തിൻ്റെ ഏറെ ഇഴയെടുപ്പമുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുഗ്രഹീതമാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെറിയ കാര്യമല്ലല്ലോ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അവൻ്റെ പവിത്രമായ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ അങ്ങ്, ഞങ്ങളുടെ കുടുംബത്തിൽ ശ്രദ്ധാലുവായ അങ്ങ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.